സ്വപ്നഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി 21 വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ചുമാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഡോർസ്, ഹാൻഡിൽസ്, ലോക്സ്, ഗ്ലാസ്, പ്ലൈവുഡ്സ്, കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കുട കീഴിൽ. കരുത്തുറ്റ പ്ലൈവുഡുകൾ, ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കൂ. അഴകുള്ള വീടിന് മിഴിവേകാം, അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ. ഡോർ അളവെടുത്ത് ഫിറ്റ് ചെയ്തു കൊടുക്കുന്ന ചേലക്കരയിലെ ഏക സ്ഥാപനം ന്യൂ ചുമാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, ലിസ്യു കോളേജിന് സമീപം, ചേലക്കര. ഫോൺ 9895005876. ചേലക്കര പരക്കാട് പൂവത്താണി റോഡിൽ വനത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന മണ്ണും ചെളിയും അപകടങ്ങൾ സൃഷ്ടിക്കുന്നതായി പരാതി. വിഷയം പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നും ആരോപണം. പരക്കാട് പൂവത്താണിയിൽ മഴക്കാലമായാൽ വനപ്രദേശത്തു നിന്നും ഒഴുകിയെത്തുന്ന വെള്ളത്തോടൊപ്പം ചളിയും മണ്ണും റോഡിലേക്ക് ഒലിച്ചിറങ്ങി തളം കെട്ടി നിൽക്കുന്നതാണ് ഇവിടെ വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്നത് എന്നാണ് പരാതിയുള്ളത്. ഇവിടെ സ്ഥിരമായിട്ട് ഈ സ്കൂട്ടറിൽ വരുന്നവർ വീഴുന്നുണ്ട്. കാരണം ഇവിടെ റോഡ് കാട്ടിൽ നിന്നുള്ള വരിയൊന്നും ഇറങ്ങിയിട്ട് ചെടിയൊക്കെ വന്നിട്ട് നിങ്ങളുടെ അടുത്തുള്ളവരാണ് ഇത് എന്നും കാണുന്നത്. അപ്പോൾ കൂടുതൽ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. റോഡിന്റെ വശങ്ങളിൽ വെള്ളം ഒഴിഞ്ഞു പോകുന്നതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിൽ മഴ പെയ്താൽ പോലും ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടാറുണ്ട് എന്നും പ്രദേശവാസികൾ പറയുന്നു. ഈ റോഡിന്റെ അവസ്ഥ പണ്ട് ഈ വെള്ളം കുറച്ച് ഒരു 100 മീറ്റർ അപ്പുറത്ത് പോയിരുന്നതാണ്. അതിപ്പോൾ തിരിച്ച് റോഡിലേക്ക് വന്നത് ഈ റോഡ് വണ്ടി അല്ല, മുമ്പേ തന്നെ ഇത് ഇവിടെ തന്നെ ആയിരുന്നു. നിലമ്പതി മുമ്പേ ആ ഭാഗത്തുണ്ടായിരുന്നു. പിന്നീട് ഈ ഇങ്ങോട്ട് ഇപ്പോൾ കാണുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ദിവസം മണൽ വന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. മണലും വന്നിട്ട് ദിവസം ആളുകൾ വന്ന് വീഴാണ് ഇവിടെ. ഇതിപ്പോൾ ഇവരൊക്കെ അഭിപ്രായം പറയുന്നതാണ് പൂവത്താണിയുള്ള പിള്ളേരുള്ളതുകൊണ്ടാണ് ആളുകളെ രക്ഷപ്പെടുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് റോഡിൽ അടിഞ്ഞുകൂടിയ ചളിയും മറ്റും നിരന്തരമായി നീക്കം ചെയ്യാറുള്ളതെന്നും പലതവണ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും നടപടികൾ സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട്. പരക്കാട് ടു തൊഴുപ്പാട് റോഡിൽ പൂവത്താണി സെൻറ്റർ കഴിഞ്ഞിട്ട് ഈ റോഡിലുള്ള വിഷയം മുന്നേ ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ഞങ്ങളെല്ലാവരും എയിനെ വിളിച്ച് പറയലുണ്ട്. അന്നൊരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡിനെ വിളിച്ച് പറഞ്ഞിട്ട് ആ ലേഡിയോട് വന്ന് നോക്കുകയും അതിനനുസരിച്ച് മണ്ണ് മാറ്റുകയൊക്കെ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നത് ഇവിടെ ഈ റോഡ് പണി നടക്കുന്ന ടൈമിൽ ഞങ്ങൾ ഈ എന്ത് വേണ്ടിച്ച കാര്യങ്ങൾ ചെയ്തു തരാം. കാരണം ഇവിടുത്തെ ആക്സിഡൻറ്റ് കാര്യങ്ങൾ ഞങ്ങൾ വീഡിയോ സഹിതം അയക്ക് കാണിച്ചു കൊടുത്തു. മുന്നൊരു ലേഡി ഉണ്ടായിരുന്നു, ആ ലേഡിക്ക് കാണിച്ചു കൊടുത്താണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം തന്നെ ഈ റോഡ് പണി നടക്കുന്നതിന് ഒരാഴ്ച മുന്നേ തന്നെ എയിനെ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിൻ്റെ പോലെ സംഭവമാണ്. അപ്പോൾ ആൾ വന്ന് നോക്കുക. അപ്പോൾ ആളിനോട് പറഞ്ഞ് 2 സൈഡ് കനാലിടാം, മറ്റേ 2 സൈഡ് കാന പോലെ ഇതാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് ഓരോ വാക്കുകൾ പറഞ്ഞിട്ട് പോയി. ഇതുപോലെ തന്നെ ഞാൻ 2 ദിവസം മുന്നേ എയിനെ വിളിച്ച് പറയലുണ്ടായി ചെയ്യേണ്ടായി. ഇന്നപോലെ സംഭവമാണ്, മറ്റേ ആക്സിഡൻറ്റ് ഉണ്ടാവുന്നുണ്ട്, സ്ഥിരമായിട്ട് ആക്സിഡൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെയ്യണം. രാത്രി ഇപ്പോൾ ഞങ്ങൾക്ക് 2 മണി 3 മണി ടൈമിലൊന്നും ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല. വണ്ടി വീഴുന്നുണ്ടോ നോക്കിയിട്ട് വന്നിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 11 മണി 12 വരെ മാക്സിമം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് കാണുമ്പോൾ ഞങ്ങൾ ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ഇവിടെ വന്ന് കുട്ടി വീണിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ എന്നും ഡെയിലി ഇങ്ങനെ രാത്രിയാകുമ്പോൾ ഞങ്ങൾക്ക് ഇത് നോക്കിയിരിക്കാനൊന്നും പറ്റത്തില്ല. കാരണം 3 മണി 4 മണി വരെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് ആരും ഇല്ലാത്ത പക്ഷം ആളുകൾക്ക് വയ്യാണ്ട് ആക്സിഡൻ്റ് ആയിട്ട് എണീക്കാൻ വയ്യാണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ എങ്ങനെ ബ്ലഡ് മരിച്ചു പോകുള്ള ആളുകൾ. അപ്പോൾ അതിനൊരു തീരുമാനം ആക്കാത്ത പക്ഷം എന്താ വെച്ചാൽ ഇനിയും മുന്നോട്ട് ഇതുപോലെ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ കാണേണ്ടി വരും, ഇതുപോലെ ന്യൂസ് കൊടുക്കേണ്ടി വരും. അതുപോലെ പഞ്ചായത്ത് അധികാരികൾ മെമ്പറും എല്ലാവരും ഇവർ അറിയിച്ചിട്ടുണ്ട്. ആരും ഇതിലേക്ക് തിരിഞ്ഞു നോക്കാനോ ഈ ഫോറസ്റ്റിൽ നിന്ന് വരുന്ന വെള്ളം തിരിച്ചുവിടാനോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ക്ലബിൻ്റെ കീഴിൽ എപ്പോഴും ഞങ്ങൾ ക്ലബ്ബിലെ ആളുകൾ ഉള്ളത് കൊണ്ട് മാത്രം 12 മണി 1 മണി ആകുമ്പോൾ ടൈമിലും ഇവിടെ ആളുകൾ വന്ന് കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആയി ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തയ്യാറാണ്. പക്ഷേ ഇതിങ്ങനെ മുന്നേ ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്സിഡൻറ്റ് വീഴുകയും പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതൊരു ഡെയിലി നടക്കുന്ന സംഭവമാണ്. ഇതൊരു തുടർക്കഥ മാറുകയാണ്. അപ്പോൾ അതിന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒന്നല്ലെങ്കിൽ PWയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം, അതല്ലെങ്കിൽ ഫോറസ്റ്റ് എന്തെങ്കിലും ചെയ്യാൻ നിൽക്കണം, അതല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതർ എന്തെങ്കിലും ചെയ്യണം. ഇതിലേതാണ് ചെയ്യണം. ഇപ്പോൾ ഇത് പാഞ്ഞാളുണ്ട്, ചേലക്കര പഞ്ചായത്തുണ്ട്, 2 പഞ്ചായത്തുകളുണ്ട്. അപ്പോൾ 2 പഞ്ചായത്തുകളിൽ ഇറങ്ങുന്നൊരു വാർഡാണ് ഇത് വാർഡ്. അപ്പോൾ അതുകൊണ്ട് ആരതിന് വേണ്ടി ചെയ്യേണ്ട വെച്ചാൽ ചെയ്തേ പറ്റൂ. ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിൽ ഇടപെട്ട് എത്രയും വേഗം ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ റോഡ് പണി നടക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ആ വെള്ളത്തെ ആ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന മണ്ണും ചളിയാണ് ഇവിടെ വന്ന് കെട്ടിയിരിക്കുന്നത്. അതിനങ്ങോട്ട് കടത്തി വിടുന്നത്. അപ്പോൾ അവർ ചെയ്യുക എന്ന് ഞങ്ങളോട് പറഞ്ഞതിന് ശേഷം ഈ റോഡ് പണി ഫുള്ളായി കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു രാത്രി ഇതുപോലെ ഞങ്ങൾ ചെക്കന്മാരെല്ലാവരും അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ ഇവിടെ ഉള്ളൊരു പയ്യൻ വന്നിട്ട് ഇവിടെ വന്ന് വീണത് മാത്രമല്ല അതിന് ശേഷം ഇപ്പോൾ തുടർച്ചയായിട്ട് അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുമ്പ് പഴയ റോഡുള്ളപ്പോൾ ഞങ്ങൾ ഇതുപോലെ റേറ്റ് വിഷനെ വിളിച്ചുകൊണ്ട് ഒരു ന്യൂസ് ഇട്ടപ്പോൾ ഒരു വണ്ടി കൊടുത്തിട്ട് കുറച്ച് മണ്ണ് നീക്കി എന്നല്ലാണ്ട് ഇതിനെതിരെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല.
തുടർച്ചയായിട്ട് ഇവിടെ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് അതിൻ്റെ അധികാരപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തുക തന്നെ വേണം. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. വീടും സ്ഥലവും വിൽപ്പനയ്ക്ക്. ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും 40 മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവന് മുൻവശത്തായി 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ 2 നില വീടും 48 സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, മറ്റു ഫലവൃക്ഷങ്ങൾ, വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും. ആവശ്യക്കാർ ബന്ധപ്പെടുക. ഫോൺ 9539 403680, 9497 179359.